നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചേട്ടന്റെ ലിസ്റ്റ് വല്ല ഇരിപ്പുണ്ടോ പുതിയ? അല്ല, ലിസ്റ്റ് വല്ല ഉണ്ടെങ്കിലേ നമുക്ക് ആരെങ്കിലും ഒക്കെ ജയിൽ മോചിതരാക്കായിരുന്നു. നമ്മളാരും ജയിലില്ല. ഇല്ല, ഞാൻ കുറച്ചാളുണ്ടായിരുന്നു. ഞാൻ പിന്നെ പുറത്തിറങ്ങിയല്ലോ. അതെ, ശിക്ഷിക്കപ്പെട്ടതല്ല, റിമാൻഡ്. ഏതായാലും CPM തെറ്റിതിരുത്തൽ നടപടികൾ ആരംഭിച്ചു എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഗൗതമാഷിനെ പറഞ്ഞിരുന്നു, ജനങ്ങളെ മനസ്സിലാക്കുന്ന കാര്യത്തൊക്കെ ഞങ്ങൾ പരാജയപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾ ഇനി ആ കാര്യം പരിഗണിക്കും, താഴെത്തട്ടി ചർച്ച നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു എന്നുള്ളത് മനസ്സിലായി. ഇങ്ങനെയാണ് തെറ്റിദ്ധരുത്തുന്നത് അല്ലേ? ഞാനിതുവരെ തെറ്റിദ്ധരുത്തുന്നത് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെയാണെന്ന് മനസ്സിലായി. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളൊക്കെ മണ്ടന്മാരാണെന്നാണോ ഇവിടെ ചിലർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്നിട്ട് അതിനൊക്കെ ഒരു വല്ലാത്ത ന്യായീകരണം. ആ ന്യായീകരണം കേട്ടപ്പോഴാണ് ചിരി വന്നത് കേട്ടോ. അതെ, ഇത് പറഞ്ഞത് TP കേസിലെ പ്രതികൾക്ക് മോചനത്തിനുള്ള മൂന്ന് പ്രധാനപ്പെട്ട പ്രതികൾക്ക് ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേരുണ്ട്. മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത്, രജീഷ്. അതെ, 3 പേരുടെ പേര് അബദ്ധവശാൽ, അതായത് ഈ 10 വർഷം കഴിഞ്ഞവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കും. ഓഗസ്റ്റ് 15-ാം തീയതി കൊടുക്കാനായിട്ട് മോചിപ്പിക്കുന്നു. സ്വാതന്ത്ര്യദിനത്തിൽ അങ്ങനെ ചില ആളെ മോചിപ്പിക്കും. അത് 10 വർഷം മര്യാദയ്ക്ക് ജീവിച്ചവരെയാണ്. അതെ. അപ്പം ആ 10 വർഷത്തെ ലിസ്റ്റ് ജയിൽ സൂപ്രണ്ട് ഇങ്ങനെ എൻ്റർ ചെയ്തപ്പോഴത്തേക്കും ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിട്ട് ഈ 3 പേരുടെ പേരൂടെ കയറി വന്നു. അപ്പം അവിടെ ഇരിക്കുന്ന ക്ലർക്കിനും ഓഫീസർക്കും വേണ്ടപ്പെട്ടവർക്കും ഒന്നും ഇവരെ ഈ TP കേസ് പ്രതികളെ അറിയില്ല. അവർ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് അറിയില്ല. ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇവർക്ക് ഒരിളവും കൊടുക്കരുത് എന്ന് പ്രത്യേകമായ നിർദ്ദേശം കൊടുത്തതാണ്. അതൊന്നും അറിയാൻ വയ്യാത്ത ജയിൽ സൂപ്രണ്ട്, കണ്ണൂർ ജയിൽ സൂപ്രണ്ട്, പത്രം പോലും വായിക്കാത്ത ജയിൽ സൂപ്രണ്ടാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നു. അല്ല, ആലോചിച്ച് നോക്കിയേട്ടാ, ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ, ആര് പറഞ്ഞിട്ടോ എന്തോ ആകട്ടെ, അദ്ദേഹത്തിന്റെ ആയ ഒരു വിവേചനാധികാരമില്ലേ? അദ്ദേഹം ഒരു ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ആളല്ലേ? അപ്പം അദ്ദേഹം ഒരു പട്ടിക തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ അതിന് വേണ്ട ജാഗ്രത കാണിക്കേണ്ട ഉത്തരവാദിത്തം ആ വ്യക്തിക്കില്ലേ? അതെന്തേ കാണിക്കാത്തത്? അതല്ല, ലിസ്റ്റ് എഴുതി അദ്ദേഹം ആയിരിക്കില്ല, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നായിരിക്കും. കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നാവുമ്പോൾ നമ്മുടെ MP ജയരാജൻ ചിലപ്പോൾ സൈൻ ചെയ്ത് കാണും, അങ്ങോട്ട് കൊടുക്കാൻ. ജില്ലാ സെക്രട്ടറി ആണല്ലോ. നമ്മുടെ കോർപ്പറേഷനിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ആളിനെ വെച്ചതുപോലെ പരിപാടിയായിരിക്കും. അതായിരിക്കാൻ സാധ്യത. പാർട്ടി ലിസ്റ്റ് കൊടുത്താണ്. അവിടെ സഖാക്കന്മാരെ ആവശ്യമുണ്ട്, എത്രയും പെട്ടെന്ന് നമ്മുടെ സഖാക്കന്മാരുടെ ലിസ്റ്റിംഗ് തരണം എന്നാണ് മേയർ ഇവിടുന്ന് ജില്ലാ സെക്രട്ടറി, അന്ന് ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന അദ്ദേഹത്തിന് കത്ത് കൊടുത്തത് തിരുവനന്തപുരത്ത്. നമ്മളിതൊക്കെ കാണുന്നതാണ്. ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കാനും ജനങ്ങളെ വഞ്ചിക്കാനും അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട്, ഒരു കോടതിയെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പാർട്ടിയുടെ വേണ്ടപ്പെട്ടവരും പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും നിൽക്കുമ്പോൾ എന്ത് തിരുത്തൽ നടപടിയാണെന്ന് പ്രിയപ്പെട്ട ഗോവിന്ദൻ മാഷ് ഒരക്ഷരം മിണ്ടിയില്ല. കുട്ടി മിണ്ടുന്നില്ല, ഗോവിന്ദൻകുട്ടി മിണ്ടുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഒന്നും മിണ്ടാ ചിരിച്ചതേ ഉള്ളൂ. ഒന്നും പറയാനില്ല, ഒന്നും പറയാൻ. പണി പാളി പോയി എന്നുള്ളതുകൊണ്ടുള്ള വിഷമമായിരിക്കും. ചിരിച്ചല്ലേ പറ്റുള്ളൂ. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് എപ്പോഴും ചിരിച്ചു കാണിച്ചേ പറ്റുള്ളൂ. ചിരിക്കാതിരുന്ന ബുദ്ധിമുട്ടാണ്. ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ കത്താണ് പുറത്തായത്. ഇവരെയൊക്കെ പുറത്താക്കുന്നതിൽ അല്ലെങ്കിൽ പുറത്തിറക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കത്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന ദൃശ്യമാധ്യമമാണ് ഇത് പുറത്തുവിട്ടത് രാവിലെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട്. അതിനുശേഷം മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്തു, കൃത്യമായി തന്നെ അതിന്റെ വാർത്തകൾ നൽകി. അതോടുകൂടി എല്ലാം പൊളിഞ്ഞു എന്നുള്ളതാണ്. ഇനി പതിവ് പോലെ കുറ്റമാധ്യമങ്ങൾക്കായിരിക്കും. അതെ, വളച്ചൊടിച്ചു, തിരിച്ചു, ഓടിച്ചു, നിഷ്കളങ്കരായ 3 മനുഷ്യരുടെ ജയിൽ മോചനം ഇല്ലാതാക്കിയ ഭീകരന്മാരാണെന്ന് പറയുമായിരിക്കും. അങ്ങനെയാണ് ഈ കേസിലെ പ്രതികളാണ് ചിലരെ കുറിച്ചൊക്കെ CPM നേതാക്കന്മാർ പറഞ്ഞത് നിഷ്കളങ്കൻ അല്ലേ? അതെ, നിഷ്കാമൻ. PK കുഞ്ഞനന്തനെ കുറിച്ച് പറഞ്ഞതോ EP ജയരാജൻ പറഞ്ഞത് കേട്ട് കോരിത്തെരിച്ചുപോയി. ഇത്രയും മാന്യനും ഇത്രയും ജനസേവകനും ജനങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കുന്ന നേതാവ് വേറെ ഇല്ല എന്ന നിലയ്ക്കാണ് PK കുഞ്ഞനന്തൻ എന്ന ഈ കേസിലെ പ്രതിയെക്കുറിച്ച് LDF കൺവീനർ പറഞ്ഞത്. എന്തൊരവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ. ഏതായാലും തെറ്റിതിരുത്തൽ നടപടി ഇത് നേരത്തെ ആരംഭിച്ച തെറ്റിതിരുത്തലാണെന്ന് തോന്നുന്നു കേട്ടോ. പാർലമെന്റ് ഇലക്ഷന് തൊട്ട് പിന്നാലെ കണ്ട് ആരംഭിച്ചാണോ? അതെ, ഇത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇതിന്റെ പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും നടന്നു. അപ്പം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു, അതോടുകൂടി അത് ഒളിച്ചു വെച്ചു. അതീവ രഹസ്യ നീക്കങ്ങളായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കണ്ണൂരിൽ നിന്നുള്ള നമ്മുടെ സുഹൃത്തുക്കൾ 2 മാധ്യമപ്രവർത്തകർ അവരിത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ വിളിച്ച് പറഞ്ഞ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഒരു വൻ ഗൂഢപദ്ധതിയാണ്. ഉദ്യോഗസ്ഥരും CPM കണ്ണൂരിലെ നേതാക്കളും ആഭ്യന്തര വകുപ്പ് പോലും അറിഞ്ഞുകൊണ്ടുള്ള ഒരു അതീവ ഗുരുതരമായ ആശങ്കാജനകമായ നടപടിയാണ് ഇതെന്നാണ്. അല്ല, ഇവർ ചെയ്ത കുറ്റകൃത്യം എത്ര ക്രൂരമായിട്ട് ഒരു മനുഷ്യനെ ഇത്രയും വെട്ടുവെട്ടി കൊല്ലുക എന്ന് പറഞ്ഞാലേ, യാതൊരു തരത്തിലുള്ള മനുഷ്യത്വവും ഇല്ലാത്ത ഒരു സംഘം ആളുകൾ നടത്തിയ ഒരു കുറ്റകൃത്യത്തിനാണ് അവരെ ശിക്ഷിച്ച് ജയിലിലാക്കി വെച്ചിരിക്കുന്നത്. അവരെ 10 വർഷമാകുമ്പോൾ അവരെ വിട്ടയക്കുക എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കടന്ന കൈയാണ്. കാരണം ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇതൊക്കെ തന്നെ. ചേട്ടാ, ഹൈക്കോടതി ഇവരെ 20 വർഷത്തേക്കുള്ള ഇരട്ട ജീവപര്യന്തം അടക്കം ശിക്ഷിച്ചിരിക്കുക. ഇടയ്ക്ക് പരോൾ കൊടുക്കരുതെന്ന് പറഞ്ഞു. അതെ, ഇളവുകളില്ലാത്ത ശിക്ഷയാണ്, കഠിനതരമാണ് ഇവർക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ
ഇത്തരം നമ്പറുകൾ ഇറക്കി അവരെ മര്യാദരാമന്മാരാക്കി ഇറക്കി വിടുന്ന പരിപാടി. പക്ഷേ ഇത് സങ്കീർണമായൊരു പ്രക്രിയയാണ്. അതായത് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില നിയമവിദഗ്ധരോട് സംസാരിച്ചപ്പോഴേ അവർ പറയുന്നത് ഇത് സ്വാഭാവികമായി ഇത് പുറത്തിറങ്ങാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ്. കാരണം ഇതിപ്പം നിയമസഭയിൽ അവതരിപ്പിച്ച് ഇതൊരു പ്രത്യേക നിയമമായി കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഓർഡിനൻസ് ആയി കൊണ്ടുവന്ന് വേണം ഇറക്കാൻ. അത് ഗവർണർ ഒപ്പിടണം. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒപ്പിടുവോ? ഏതും പോരാത്ത ആളാണ്. പിന്നെ ഹൈക്കോടതി വിധി നിലനിൽക്കുകയാണ്. അപ്പം സുപ്രീം കോടതിയിൽ നിന്നുള്ള പ്രത്യേകമായ അതിന്റെ നിർദ്ദേശവും വരണം. അത് കിട്ടുമോ എന്ന് തോന്നുന്നില്ല. കാരണം കേസും മറ്റു കാര്യങ്ങളും ഇല്ല. കെ രമ ചുമ്മാ ഇരിക്കുകയല്ലോ. അവര് MLA ആണ്. അവര് ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തമായ നിലപാട്, അവരുടെ ഭർത്താവിന്റെ വിയോഗത്തിൽ അവർ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത ഒരു സ്ത്രീയാണ്. അവരെന്തായാലും ഇത് വിട്ട് കളിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതൊരു വലിയ ചർച്ചാ വിഷയം. അടിയന്തര പ്രമേയത്തിന് തീർച്ചയായിട്ടും പ്രതിപക്ഷം മുതിരും. അപ്പൊ അന്നും കുറ്റം മിക്കവാറും മാധ്യമങ്ങൾക്കായിരിക്കും. മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന് നമ്മുടെ തലയിൽ കയറാൻ എളുപ്പമുണ്ടല്ലോ. അതെ അതെ, തീർച്ചയായും. കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാഷ് നടത്തിയ പത്രസമ്മേളനത്തിലും അദ്ദേഹം എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിന് വിശദീകരണങ്ങളിൽ ഒന്ന് മാധ്യമങ്ങൾ പറഞ്ഞത് നാട്ടുകാർ വിശ്വസിച്ചു എന്നാണ്. അതെ. അപ്പം മാധ്യമങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുകയും ഇവർ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ ഭാഗത്തുനിന്നുള്ള ഫാൾട്ടെന്നല്ലേ വിചാരിക്കേണ്ടത്. അങ്ങനെയാണ് പൊതുപ്രവർത്തകരെ വിശ്വസിക്കേണ്ടത് നാട്ടുകാർ. അവരെ പോലും ഇവർക്ക് നാട്ടുകാർക്ക് വിശ്വാസം ഇല്ലാതായെങ്കിൽ അവർക്ക് വിശ്വാസമില്ലാത്ത ആളാണ് അവർ. തീർച്ചയായിട്ടും ചേട്ടാ, ഒരു നിയമ സംവിധാനത്തെയും കേരളത്തിലെ ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരം ദുരൂഹമായ നീക്കങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുകയാണ്, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ നടത്തുകയാണ്. ഇത് നമ്മുടെ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ നോർത്ത് കൊറിയയുടെ ഏതാണ്ട് മറ്റൊരു പതിപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നത്. നോർത്ത് കൊറിയയിൽ അതാണ് ലൈൻ. ഇപ്പം നമുക്ക് നോർത്ത് കൊറിയയാണ് നമ്മളൊരു മാതൃക. അതാണ് കറക്റ്റാണ്. അയാൾക്ക് അവിടെ ആരും ചോദിക്കാനും പറയാം. നിങ്ങൾ എല്ലാ രീതിയിൽ മുടിവെട്ട് വന്ന ഒരാൾ നാട്ടുകാരും എന്തിനാ പേരിടുന്നതിന് വരെ ലിസ്റ്റ് അല്ലാത്ത പേരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം പിടിച്ചകത്തരും. പിന്നെ സ്ത്രീകളുടെ അയാളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളുടെ ആരുടെയും പേര് പെൺകുട്ടികൾക്ക് ഇടാൻ പറ്റും. ഹെയർ സ്റ്റൈൽ ഇന്ന രീതിയിൽ, ഇന്ന പത്രമേ വായിക്കാവൂ, ഇന്ന ടെലിവിഷനെ കാണാവൂ. സമൂഹ മാധ്യമങ്ങളൊന്നും ഇല്ല. ഫേസ്ബുക്ക് ഒക്കെ നോക്കണമെങ്കിൽ അവർക്ക് വേറെ നമ്മുടെ CPM പാർട്ടി ഓഫീസുകളിലും അല്ലെങ്കിൽ നേതാക്കന്മാരുടെ വീടുകളിലൊക്കെ ഇരിക്കുന്ന ഫോട്ടോ സാധാരണഗതിയിൽ മാർക്സ് ഏംഗൽസ് മറ്റേ EMSന്റെ പിന്നെ അതുപോലെ അവർ സ്ഥാപകരായ നേതാക്കന്മാരുടെയൊക്കെ കൃഷ്ണയുടെ ഒക്കെ ആയിരിക്കാം. പിന്നെ അതൊക്കെ മാറ്റിയിട്ട് ഇനി ഈ കിം ജോങ് ഉന്നിനെ വെക്കുന്നതായിരുന്നു നല്ലത്. കറക്റ്റ് മാതൃകയാണ് അത്. കിം ജോങ്, ഹിറ്റ്ലർ അങ്ങനെയുള്ള ഏകാധിപതികളുടെ ഫോട്ടോ വയ്ക്കുകയായിരിക്കും നല്ലത്. കാരണം ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് പാർട്ടി നന്നായി തന്നെ മുമ്പോട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ലൂസ് ടോക്ക് വിഷയങ്ങൾ ചർച്ച ചെയ്തത്. അപ്പം അത് പാടെ മാറിയിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ തിരുത്തൽ, ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പരിഹാസരൂപണം സൂചിപ്പിച്ചതുപോലെ ഇതൊരു വല്ലാത്ത തിരുത്തൽ പരിപാടിയായി പോയി. അതെ, തിരുത്തൽവാദം ഗംഭീരമായി. പണ്ട് കോൺഗ്രസിലായിരുന്നു തിരുത്തൽവാദം. ഇവിടെ തിരുത്താൻ ഇറങ്ങിയവരാകെ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചോദ്യം ചെയ്യുക മാത്രമല്ല, വെല്ലുവിളിക്കും കൂടെ ചെയ്യല്ലേ ചേട്ടാ. ഇത് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് അത് മറികടന്നുകൊണ്ട് ഇവിടെ സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും പ്രവർത്തിച്ച് കൂട്ടും കുറ്റവാളികളായ 3 പേരെ പുറത്തിറക്കാൻ ശ്രമിക്കുന്നു, അവർക്ക് മോചനം കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് നിയമവാഴ്ചയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഒരു സർക്കാർ നിയമവാഴ്ചയ്ക്ക് കൂടെ നിൽക്കേണ്ട സർക്കാരാണ്, കൂടെ നിൽക്കേണ്ട പാർട്ടിയാണ്. കാരണം പാർട്ടിയാണല്ലോ ഭരിക്കുന്നത്. പിന്നെ അപ്പം ജനങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുകയും നിയമ സംവിധാനങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്യേണ്ടവർ ഇത്തരത്തിൽ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, മുഖത്ത് നോക്കി പല്ലിളിച്ചു കാട്ടിക്കൊണ്ട് ഇത്തരം നടപടികൾ ഉണ്ടാകുന്നു. ഇപ്പം ബൽറാം കുമാർ ഉപാധ്യായ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും മോചിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ജയിൽ മേധാവി. അപ്പം അത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നുള്ളതല്ല, ജയിൽ മേധാവിയുടെയും മുകളിൽ ഇവിടെ ചില ആൾക്കാരുണ്ടല്ലോ. തീർച്ചയായും അത് നമുക്ക് നോക്കാം എന്താവുന്നു. അദ്ദേഹം ജയിൽ മേധാവി കടുംപിടുത്തം നടത്തിയ ആളെ ജയിൽ മേധാവി പോലീസ് ഹൗസിംഗ് കോർപ്പറേഷൻ എന്നാണ്ട് മറ്റേ വേറെ സ്ഥാപനമുണ്ട്, IPS ഇഷ്ടമല്ലാതെ കൊണ്ട് നിർത്തേണ്ട സ്ഥലമുണ്ട്. അതിന് MD ആക്കി അവരുടെ പണിയില്ല. MG രാമൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിനും ഇതുപോലെ ലാവണം കൊടുത്ത പണ്ട് ജേക്കബ് തോമസിനെ വെട്ടത്തി കോടാലി ഉണ്ടാക്കുന്ന കമ്പനിയുടെ MD ആക്കിയതിൽ അവിടെ കൊണ്ട് നിർത്താം. സീനിയർ IPS ആരാണെന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ നിന്ന് ഈ നമ്മുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഓടി രക്ഷപ്പെടുന്നു എന്നുള്ളതിന്റെ അതിന്റെ മറുപടിയാണ്. എല്ലാവരും കേന്ദ്ര സർവീസിൽ ഡെപ്യൂട്ടേഷൻ പോകും. ചില രാജ്യത്തിന് വിദേശത്ത് പോയവരുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് വന്നപ്പോഴാണ് ഇത് ബ്രേക്കിംഗ് ആയിട്ട് ഏഷ്യാനെറ്റ് കൊടുത്തോണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ ബ്രേക്കിംഗ് ആയിട്ട് വാർത്ത കൊടുത്തു, എന്നാൽ പോലും ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ. ഒരു പാർട്ടി നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായ ഒരു കൃത്യം നടത്തിയിട്ട് ഹൈക്കോടതി ശിക്ഷിച്ച് ജയിലിൽ കഴിയുന്നവരെ പുറത്തിറക്കി വിടാനുള്ള നീക്കം ഒരു സർക്കാർ സംവിധാനത്തിന്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടി നടത്തുന്നു എന്ന് പറഞ്ഞാൽ എത്ര ലജ്ജാകരമായ സംഭവമാണ്. ലോകത്ത് ബീഹാറിൽ പണ്ട് ലാലു പ്രസാദ് യാദവും റാബ്രി ദേവും മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇത് നടക്കുമായിരുന്നു. അതല്ലാതെ വേറെവിടെങ്കിലും ഇത്തരത്തിൽ
വളരെ ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യം നടന്നു നമ്മൾ ആരും കേട്ടിട്ടില്ല. മാത്രമല്ല സുഹൃത്ത്, ഇതിൽ വളരെ രസകരമായ കാര്യമുള്ളത്, ഈ TP കേസിലെ പ്രതികൾ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ഒരു സുഖവാസം അനുഭവിക്കണമല്ലോ അവിടെ. അവർക്ക് എല്ലാ പിന്തുണയുമുണ്ട്, എല്ലാ പിന്തുണയുണ്ട്. മൊബൈൽ ഉപയോഗിക്കാം, ഫോൺ ഉപയോഗിക്കാം, അവർക്ക് വേണ്ട പ്രത്യേകമായ ഭക്ഷണങ്ങൾ കിട്ടും, അവർക്ക് അകത്തിരുന്നുകൊണ്ട് വെളിയിൽ കൊട്ടേഷൻ പ്ലാൻ ചെയ്യാം. കൊടി സുനി എന്ന് പറയുന്ന ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി സുനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി കൊട്ടേഷൻ പ്ലാൻ ചെയ്തു, കൊടിയാണ് സുനിയാണ് പറഞ്ഞതൊക്കെ ചെയ്തോണം എന്ന് പറയുന്ന ഫോൺ കോളിന്റെ അതിന്റെ ശബ്ദശകലം നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു 3 വർഷം മുമ്പ്. അതായത് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി, എല്ലാവിധ പിന്തുണയോടും കൂടി അവരവിടെ സസുഖം വാഴുകയാണ്. ഈ മുഹമ്മദ് ഷാഫിയുടെ വിവാഹത്തിന് ഇപ്പോഴത്തെ സ്പീക്കർ, അന്ന് തലശ്ശേരി MLA ആയിരുന്ന എൻ ഷംസീർ പങ്കെടുത്തു. എന്നിട്ടും പറയുന്നു പാർട്ടിക്ക് അതിൽ പങ്കൊന്നുമില്ല. ഇപ്പോഴും അവരത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. ജനങ്ങൾ ഇത്രയും മണ്ടന്മാരാണെന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്ന് ജനങ്ങൾ വോട്ട് ചെയ്തപ്പോൾ കാണിച്ചു കൊടുത്തു. അതിനെയും കാണിച്ചു കൊടുത്തു. മണ്ടന്മാരല്ല എന്നുള്ള കാര്യം. പശ്ചിമ ബംഗാളും കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധികളുണ്ടെന്ന് ഒരു കാലത്ത് നമ്മളെല്ലാവരും അവകാശപ്പെട്ടിരുന്നത്. അത് പൂർണ്ണമായി ശരിയൊന്നുമല്ല എങ്കിൽ പോലും ബംഗാൾ ജനങ്ങൾ ബുദ്ധികളാണ് അവർ പിന്നീട് തെളിയിച്ചു. ഇപ്പൊ അതിന് വർഷങ്ങളെ പച്ച തൊട്ടിട്ടില്ല, അട്ടപൂജ്യമാണ് ഇപ്പോഴും. അത് പാർട്ടി ഓഫീസുകളൊക്കെ ഇപ്പൊ തൃണമൂലിന്റെ ഓഫീസുകളും BJPയുടെ ഓഫീസുകളും ഒക്കെയാണ്. ത്രിപുര അത് തന്നെയാണ്. ത്രിപുരയില് വളരെ നിർമ്മൽ ചക്രവർത്തിയൊക്കെ പോലെയുള്ള വളരെ സ്വാത്വികരായ നേതാക്കന്മാരെയൊക്കെ കളഞ്ഞിട്ട് ബാക്കി കച്ചവടക്കാർ വന്നപ്പോൾ അവിടെയും തീർന്നു. അതെ, അതിന്റെ സമാനമായ അവസ്ഥ തന്നെയാണ് പാർട്ടിക്ക് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇടതുപക്ഷ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത്. ഇടതുപക്ഷ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന പല ആളുകളും അതാണ് വിലയിരുത്തുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഗോവിന്ദമാഷ് പറഞ്ഞതുപോലെ ജനങ്ങളിൽ നിന്നകന്നു. ജനങ്ങളെ മനസ്സിലാക്കാനും ജനങ്ങൾക്ക് ഇവരെ മനസ്സിലായി, പക്ഷേ ഇവർക്ക് ജനങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അതല്ലേ ചേട്ടാ? അതാണ് പോയിന്റ്. അല്ല, ഞങ്ങൾക്ക് ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് ഇവർ പറയുമ്പോഴേ ജനങ്ങൾക്ക് ഇവരെ മനസ്സിലായി. അതാണല്ലോ സംഭവം. അതാണല്ലോ പാർട്ടി വോട്ട് മുഴുവൻ കണ്ണൂർ വരെ പാർട്ടി വോട്ട് പോയത്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവിയിലും ഇത് തന്നെ തുടരും. കാരണം ഞങ്ങൾ തിരുത്തൽ ശക്തിയാകും, ഞങ്ങൾ ഇപ്പം മുമ്പോട്ട് പോകും, ഞങ്ങൾ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും, തെറ്റിദ്ധാരണ മാറ്റും. തെറ്റിദ്ധാരണയൊന്നുമില്ല, ജനങ്ങൾക്ക് ശരിയായ ധാരണയുള്ളൂ, അതവർക്ക് മനസ്സിലായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ നിൽക്കുന്നത്. എന്തുകൊണ്ട് തോറ്റു, വൃത്തിയായി തോറ്റു എന്നൊക്കെ പറയാം. ഇതൊക്കെ തന്നെ കാരണം. ആലോചിച്ച് നോക്കൂ, ഇത് കാണുന്ന ഒരു പാർട്ടിക്കാരനാണെങ്കിൽ കൂടി, ഇപ്പൊ TP ചന്ദ്രശേഖരൻ നേരത്തെ CPM പ്രവർത്തകനായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയും KK രമയും പ്രവർത്തകരായിരുന്നു, SFIയിലൂടെ കടന്നു വന്ന വ്യക്തിത്വങ്ങളാണ്. അവർക്ക് പാർട്ടിയെക്കുറിച്ചും മറ്റു കാര്യങ്ങൾ അറിയാം. അദ്ദേഹത്തിന് പാർട്ടിയായിട്ട് എതിരഭിപ്രായമുണ്ടായി, അദ്ദേഹം രാജിവെച്ച് പുറത്തുപോയി വേറൊരു പാർട്ടി പ്രസ്ഥാനം ഉണ്ടാക്കി. വടകര OGM പ്രദേശത്ത് വളരെ ശക്തമായൊരു പ്രസ്ഥാനം. അപ്പം വളർന്നു വരും, അത് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ കൊന്നു. അത്രേ ഉള്ളൂ, സിമ്പിൾ. അതിന്റെ റീസണും കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. അപ്പം ഇത് കാണുന്നവർക്ക്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തന്നെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് ഈ ജയിലിനകത്ത് നാളെ ഇറക്കി വിടാനും ഉടായ്പ് കാണിക്കാനും തോന്നിയാസം കാണിക്കാനും ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ആര് വോട്ട് ചെയ്യും? CPM-നെ? ഒരു ചോദ്യം. സ്വാഭാവികം, തീർച്ചയായും. അല്ല, ആളുകൾക്ക് വിവരം ഉണ്ടെന്നുള്ള കാര്യം ഇനിയെങ്കിലും ഒരു മനസ്സിലാക്കണം. അപ്പൊ എന്നിട്ട് ഈ മറ്റേ സന്ദേശ സിനിമയിൽ പറയും പോലെ നിഷ്പക്ഷരെന്ന് പറഞ്ഞ കുറെ എണ്ണമാണ്, അവന്മാരാണ് നമ്മൾ തോപ്പിച്ചെന്ന് പറയുമ്പോൾ ആ നിഷ്പക്ഷത തന്നെയാണ്. പെടാത്ത നിഷ്പക്ഷന്മാരുണ്ട്. അവർ തീരുമാനിക്കും ആര് ഭരിക്കണമെന്ന് വേണ്ടെന്നൊക്കെ. അല്ല, പാർട്ടി അംഗങ്ങളുടെ മാത്രം വോട്ട് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് തെറ്റിദ്ധരിച്ചു പോയാൽ ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത് പറയാൻ പറ്റില്ല. എന്തിന് ഇത്തവണ പാർട്ടി വോട്ട് പോലും കിട്ടിയില്ലല്ലോ. ഇല്ല, ഈ അരിവാളിന് മാത്രം കുത്തിക്കൊണ്ടിരുന്നവർ പോലും അപ്പുറത്തോട്ട് മാറി കുത്തി. പാർട്ടി ഗ്രാമങ്ങളുള്ള തളിപ്പറമ്പിലും ധർമ്മടത്തും എല്ലാം തിരിഞ്ഞു വന്നില്ലേ? അല്ല, അതാണ് ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്. കാരണം ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഇവർ ഈ രീതികൾ, ഈ ബോംബൊക്കെ കാണുമ്പോഴേ ഇവരൊരു 10-70 വർഷം പിന്നിലോട്ടാണ് ജീവിക്കുന്നത്. ഈ ലോകം മാറിയൊന്നും അവർ അറിഞ്ഞില്ലേ? മാത്രം എല്ലാവരും മക്കൾ അമേരിക്കയിലാണ്. അവന്മാരെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുത്തായിരുന്നു ഇവരെയൊക്കെ ഇത് ലോകം മാറിയെന്നുള്ളത്. സമൂഹ മാധ്യമത്തിൽ 2 പോസ്റ്റെങ്കിലും കാണിച്ചു. പിന്നല്ലാതെ അങ്ങനെങ്കിലും കാര്യങ്ങൾ എല്ലാവരും മക്കൾ ഈ അമേരിക്ക രാവിലെ വൈകുന്നേരം ചീത്ത വിളിക്കുന്ന എല്ലാവരുടെ മക്കള് ജോലി ചെയ്യുന്ന അമേരിക്കയിലാണ്. ലണ്ടനിലും. അതെ, പഠിച്ച് ലണ്ടനിൽ ഇറങ്ങി ജോലി വെക്കുന്ന അമേരിക്കയിലായിരിക്കും. അപ്പൊ അവർക്ക് വരുമ്പോൾ അവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ കൊച്ചുമക്കളൊക്കെ വരുമ്പോൾ പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയാണ് സംഭവം. നിങ്ങൾ പറയും പോലെ ഒന്നും അല്ല, ഇത് മഹാ കോമഡിയാണ്, നിങ്ങൾ കാണിക്കുന്നത് വളിപ്പാണ്. കാരണം ആ ജനത്തിനെ അവന് ലോകത്ത് അറിയുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്, പണ്ടത്തെ പോലെ അല്ല. അവന് അറിയാവുന്ന ഒരു വഴിയുണ്ട്. അവിടെ ഇസ്രായേലിൽ ഒരു ബോംബിട്ട് ഒരു മിസൈൽ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ അറിയുന്നില്ലേ, വാർത്ത കൊടുക്കുന്നില്ലേ? അതെ. അല്ല, മാത്രമല്ല നമ്മളെ നാട്ടിലെ നമ്മൾ കരുതിയിരിക്കുന്ന ഒരു പക്ഷേ വീട്ടമ്മമാരൊക്കെ ആയിരിക്കുന്ന പ്രായമുള്ള ചില അമ്മമാരും ചില മുതിർന്ന ആളൊക്കെ ഉണ്ടല്ലോ,
അവരിതൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ട്, ഉണ്ട്, അവർ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. സത്യം പറഞ്ഞ യുവാക്കളെക്കാളും കൂടുതൽ പ്രായമാര് ഒരു 60 വയസ്സിന് മേളിലുള്ളവരാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ. അതെ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മറ്റൊരു സ്ഥാനത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നൊരു പെൺകുട്ടി ഇവരുടെ ഇന്റർനാഷണൽ കാര്യങ്ങൾ ചെയ്യുമായിരുന്ന ഒരാൾ അവതരിപ്പിക്കുകയായിരുന്നു. അപ്പം ഒരു കുട്ടി വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ അമ്മ നല്ല പ്രായമുള്ള സ്ത്രീയാണ്, അവർ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ശ്രീലങ്കയിലെ കാര്യം എന്താവുന്നത്. അന്ന് പ്രഭാരം മരിച്ചിട്ടില്ല. അപ്പം അന്ന് ആ ദിവസങ്ങളിൽ ശ്രീലങ്കയിൽ വലിയ പ്രശ്നം കത്തിയുകയാണ്. അപ്പോൾ സംസാരിച്ചപ്പോഴേ ഇവർക്കിതെല്ലാം അറിയാം അവിടുത്തെ കാര്യങ്ങൾ. ഇവരൊരു സാധാരണ വീട്ടമ്മയായ ഒരു വേറെ പുറം ലോകത്ത് ബന്ധമില്ലാത്ത ഒരു അമ്മ, അവർ ശ്രീലങ്കയെക്കുറിച്ചോ പുലിയെക്കുറിച്ചോ അറിയില്ല, അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇവർ മുഴുവൻ വിവരം കെട്ടവരാണെന്ന് കരുതിയിരിക്കുന്ന ഈ നേതാക്കന്മാരുടെ മണ്ടന്മാരാണ്. അത് നമ്മൾ കഴിഞ്ഞ ലൂസ് ടോക്കിലും പറഞ്ഞില്ലേ, കണ്ണൂർ മേഖലയിലെ ധാരാളം സ്ത്രീജനങ്ങളുണ്ട്, അവരെല്ലാം എതിരായി. കാരണം അവർക്ക് മനസ്സിലായി യാഥാർത്ഥ്യം എന്താണ്, ഈ പാർട്ടി എന്തിനാണ് നിലകൊള്ളുന്നത്. ഇവിടുത്തെ ജനങ്ങളെ ദ്രോഹിക്കാനും വഞ്ചിക്കാനും പീഡിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും ഈ കോർപ്പറേറ്റുകളുടെ കൂടെ നിൽക്കാനും മാത്രമാണ് ഈ പാർട്ടി മുമ്പോട്ട് വരുന്നത് എന്നുള്ള കാര്യം സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലായി. അതുകൊണ്ടെന്താ അവർ കൂടെ നിന്നില്ല. അത്രേ ഉള്ളൂ. തോറ്റതെന്ത് എന്ന് ഗോവിന്ദമാഷ് പഠന വിധേയമാക്കുവോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ടിങ്ങിന് കാത്തിരിക്കുക ഒന്നും വേണ്ട. റിപ്പോർട്ടിങ്ങിന് ഇപ്പോൾ നേതാക്കന്മാർ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് ജില്ലാ കമ്മിറ്റികളിലേക്ക്. ചെന്നപ്പോൾ ഇന്നലെ നന്നായിട്ട് ചെവികുളിരെ പലയിടത്തുനിന്നും കിട്ടിയെന്നാണ് കേട്ടത്. പറഞ്ഞല്ല, ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉള്ളവരും പാർട്ടി പ്രവർത്തകരായിരിക്കുമല്ലോ. അതെ അതെ. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നാണ്. ഈ പല നേതാക്കന്മാരെയും അവർ രൂക്ഷമായി വിമർശിച്ചു എന്നാണ്. വിമർശിക്കുമല്ലോ, സ്വാഭാവികമല്ലേ. കാരണം ഇവർക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയിട്ട് തോറ്റ് കഴിയുമ്പോഴേ ആ പ്രവർത്തിച്ചവന് വിഷമം കാണും. കാരണം അവരിട്ടവളൊക്കെ അവൻ്റെ ജോലി കളഞ്ഞിട്ട് അതല്ലെങ്കിൽ മറ്റു തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഇതിനു വേണ്ടി ഓടി ഒരാളാണ്. ചേട്ടാ, എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല. കുറച്ച് കാലമൊക്കെ പറ്റിക്കാം. നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, അതായത് കുറച്ച് കാലമൊക്കെ പറ്റിക്കാം. കുറച്ച് കാലമൊക്കെ ഇതുപോലെ തന്നെ എന്തെങ്കിലും പറഞ്ഞ് ദേശാഭിമാനി വായിക്കുന്നവരെയൊക്കെ തന്നെ പറ്റിക്കാം. പക്ഷേ ദേശാഭിമാനി വായിച്ചിട്ട് പോയി കോൺഗ്രസിനും ബി ജെ പിക്കും വോട്ട് ചെയ്യുന്നവരുമുണ്ട് എന്നത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ബോധ്യമായി. അല്ല, അതല്ലേ ഇതിന്റെ വ്യക്തത. നല്ല വൃത്തിയായി തോറ്റു എന്ന് മാഷ് പറയുമ്പോൾ ഇതുകൊണ്ടാണല്ലോ. നമ്മളൊരു സുഹൃത്ത് ഒരിക്കൽ ഒരു വർഷം മുമ്പാണ്, അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകനാണ്, ഇടതുപക്ഷ പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം ഏതോ ഒരു ഏരിയ സമ്മേളനത്തിന് എന്തോ പോയപ്പോൾ വലിയ നേതാവ് പ്രസംഗിക്കാൻ വന്നു. നേതാവ് ഉൾപ്പാർട്ടി ജനാധിപത്യം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ നേതാവ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഈ ഇരിക്കുന്ന സ്ത്രീ പ്രാതിനിധ്യം തീരെ കുറവാണ്. അതിൻ്റെ അർത്ഥം സാക്കൾ നിങ്ങളുടെ വീട്ടുകാരെ, നിങ്ങൾ സ്ത്രീകളെ നിങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. സ്ത്രീകളെ എത്തിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ആരും ഒന്നും മിണ്ടിയില്ല. കാരണം ഇത് അപകടമാണല്ലോ മിണ്ടിപ്പോയാൽ. അങ്ങനെ ഒരാളെ എണീറ്റ്, ഒരു ഉത്തമൻ അങ്ങ് എണീറ്റ് ചോദിച്ചു. അപ്പോൾ ഞങ്ങളാരും സഖാവിൻ്റെ ഭാര്യ മക്കളെയും കണ്ടിട്ടില്ല, കേട്ടിട്ടുള്ളത് ഭാര്യയ്ക്ക് വളരെ ഉയർന്ന ജോലിയാണ്, മക്കളും അതുപോലെ ഉയർന്ന ജോലിയുള്ളവരാണ്. അപ്പോൾ അവർ ജോലിക്ക് മാത്രം പോകുന്നുള്ളൂ, അതോ അവിടെ നമ്മുടെ പാർട്ടി പ്രവർത്തനം നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഈ ഭാര്യയും മക്കളൊക്കെ ജോലിക്ക് പോകുന്ന സ്ഥാപനങ്ങളിൽ പാർട്ടി പ്രവർത്തനം നടത്തിയാൽ പറ്റുന്ന പണി കാണൂല. അപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇല്ലായിരുന്നു എന്നാണ്. അദ്ദേഹം പ്ലിങ്ങായി ഇങ്ങനെ ഇരുന്നു എന്നാണ്. കാര്യം ഒന്നും പറയാനില്ല. ഇതുപോലെയാണ് തോമസ് ഐസക്, ടി എം തോമസ് ഐസക്കിന്റെ മകൾ വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു അമേരിക്കക്കാരനെ. അപ്പം ചോദിച്ചപ്പോഴത്തേക്ക് മരുമാൻ എന്താ ജോലി എന്ന് ചോദിച്ചാൽ അത് അവിടുത്തെ പാർട്ടി പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. അവിടെ കമ്മ്യൂണിസ്റ്റിന്റെ എഴുതി കഴിഞ്ഞാൽ അവിടെ വിസ റദ്ദ് ചെയ്ത് വീട്ടിൽ വിടും. ഇവിടെ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് എഴുതിയാണ് വിസ മേടിക്കുന്നത് അവിടെ ചികിത്സയ്ക്ക് പോകാൻ മയോ ക്ലിനിക്കിൽ. അപ്പൊ അവിടുത്തെ ഏരിയ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുകയാണെന്നാണ് അദ്ദേഹം അന്ന് മറുപടി പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല. ഇവരെ ഈ സത്യം പറഞ്ഞാല് ഈ ശ്രീനിവാസന്റെ സിനിമ ആദ്യം ഇങ്ങനെയൊക്കെ ഇറങ്ങിയ പലതും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം വരുന്ന പല ട്രോളുകളൊക്കെ കാണുമ്പോഴേ ഇവർ സമൂഹത്തിന്റെ മുന്നിൽ ഒരു കാലത്ത് നമ്മൾ ആദരവോടെ കണ്ടിരുന്നവരൊക്കെ പരിഹാസ കഥാപാത്രങ്ങൾ നടന്നിരിക്കുന്നത്. കോമാളിയാണ് അവർ പലരും. വെറും ക്ലൗൺസ് ആയിട്ട്, വെറും ബഫൂൺസ് ആയിട്ട് മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ ഓരോ വാക്കുകളും പരിഹാസ രൂപേണയാണ് സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ വിവിധ സമൂഹങ്ങളെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഈ നേതാക്കന്മാർക്ക് പ്രതികരണം കാണുമ്പോൾ ജനം തലയൊക്കെ വെച്ച് ചിരിക്കുകയാണ്. ഇയാളെ വിട്ടുതണി പറയണം എന്നുള്ളതാണ്. നമ്മൾ തന്നെ കേൾക്കാറില്ലേ, ഇ പി ജയരാജന്റെ പത്രസമ്മേളനത്തിൽ ഫ്രെയിം അങ്ങോട്ട് വെച്ച് ലൈവ് നമ്മൾ ഏതെങ്കിലും ചാനലിൽ കാണാൻ തുടങ്ങുമ്പോൾ ഇപ്പൊ എന്തായാലും പൊട്ടത്തരം കേൾക്കാം എന്ന് പറയുന്ന നമ്മുടെ ചില സുഹൃത്തുക്കളുണ്ട്. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ പറയൂ, എന്ത് ചെയ്യാൻ. അതായത് ലൈവായിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ലൈവ് കൊടുക്കുമല്ലോ, അത് കാണുമ്പോഴേ ഇപ്പൊ കേൾക്കാം എന്തെങ്കിലും പൊട്ടത്തരം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ചില മാധ്യമ സുഹൃത്തുക്കൾ നമുക്കും ഉണ്ട്. അതുപോലെ അല്ല, ഇത് പിന്നെ ഈ പാർട്ടിക്ക് ഒരു വലിയ സൈദ്ധാന്തിക അടിത്തറ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പാർട്ടി ചട്ടക്കൂട് ഉണ്ടായിരുന്നു, എല്ലാ സംവിധാനം ഉണ്ടായിരുന്നു, എല്ലാം ഒറ്റയടിക്കങ്ങ് ഇല്ലാതാക്കി. ഇത് ആകപ്പാടെ ഇനി ഈ കോർപ്പറേറ്റ് മുതലാളിമാരുടെ മാത്രം വിധേയന്മാരായി. മക്കൾ അവിടെ ജോലിക്കും കയറ്റി, ഇടനിലക്കാരായിരുന്നു, അവൻ്റെ കമ്മീഷനും വാങ്ങിച്ച് ചേട്ടാ ചെയ്തോട്ടെ, അതൊക്കെ ചെയ്തോട്ടെ. അവനവന്റെ മക്കൾ നല്ല നിലയിലാകുന്നു നമുക്കൊക്കെ ആഗ്രഹം. നല്ല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ VP വൈസ് പ്രസിഡന്റ് ആയിട്ടൊക്കെ ഇരുന്നോട്ടെ, നമുക്ക് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിലേറിയിട്ട് അവരെ പരിഹസിക്കുന്ന, അവരെ വെല്ലുവിളിക്കുന്ന, അവരെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഈ ഇത്തരം ചീഞ്ഞു നാറിയ തരം താണ നടപടികൾ ചെയ്യുന്നത് ഒട്ടും ശരി. പ്രതിഷേധിക്കാൻ ഇറങ്ങുന്നവനെ എന്താണ് രക്ഷാപ്രവർത്തനം, തല്ലാൻ ഇറങ്ങുന്നവൻ രക്ഷകൻ. ബോംബ് പൊട്ടി പോയ 17 മിനിറ്റ് കൊണ്ട് തിരിച്ചെത്തിയവൻ ഇത് ചെയ്യാൻ എന്താണ് രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയത്.
സന്നദ്ധ പ്രവർത്തകൻ. ഏത് ബോംബ് പൊട്ടിയിട്ട് ഓടി വന്നവനാ, അവൻ ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ ബോംബിന്റെയൊക്കെ പരിപാടിയുടെ ആസൂത്രകൻ കൂടിയാണ് അവൻ. അപ്പൊ അവനെ രക്ഷാപ്രവർത്തകനാക്കി. ആ യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും തല്ലിച്ചതച്ചു. അത് നടത്തിയതൊക്കെ രക്ഷാപ്രവർത്തനം. ഹെൽമെറ്റ് കൊണ്ട് അടിച്ചുകൊണ്ടിരുന്നത് നവകേരള യാത്ര, ചെടിച്ചട്ടി. അതെ, ഇതൊക്കെയാണ്. ഇത് സാമാന്യജനം മനസ്സിലാവില്ല. ഇതൊന്നും വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. സാധാരണ കോമൺ സെൻസ്, സാമാന്യ ബുദ്ധിമതി ഈ കാണിക്കുന്നതൊക്കെ വെറും ചീഞ്ഞു നാറിയ ഇടപാടുകളാണ്. ഈ നമ്മുടെ മാധ്യമങ്ങൾ ഒരുപക്ഷെ ഈ വാർത്ത മുക്കിയാൽ ജനങ്ങളെ കയ്യിൽ മൊബൈൽ ഇരിപ്പുണ്ട്, അവനും ഇത് കാണുന്നുണ്ട്, അവൻ വഴിയിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്, അവനിടും, അത്രേ ഉള്ളൂ. മാധ്യമങ്ങൾ കൊടുത്തില്ലെങ്കിൽ സ്വന്തമായിട്ട് മാധ്യമങ്ങൾ കൊടുക്കാൻ നിർബന്ധിതരാവും. അതാണ് സംഭവിക്കുന്നത്. സാധാരണക്കാരൻ വഴിയിൽ ഈ സിറ്റിസൺ ജേർണലിസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ പരുവത്തിലാണ്. ആർക്കും ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഒരു സമൂഹ മാധ്യമ പേജിൽ അപ്ലോഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കൊച്ചു കുട്ടികൾ വരെ ചെയ്യുന്നു. അപ്പോൾ പിന്നെ ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കാനും ജനങ്ങളെ ഇങ്ങനെ വെളിവില്ലാത്തവന്മാരാക്കി ചിത്രീകരിക്കാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വെള്ളത്തിൽ വരച്ച വരയായിട്ട് മാറുകയല്ലേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്ത പാർട്ടിക്കുണ്ടായാൽ സന്തോഷം. അല്ല, മാത്രമല്ല ഇത് ഈ TP കേസിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ TP എന്ന് പറയുന്ന ആൾ വേറെ ക്രിമിനൽ കുഴപ്പക്കാരനൊന്നുമല്ല. ഒരു കാലത്ത് അയാളെ ജീവിത യൗവനം മുഴുവൻ മാറ്റി ഒരു പ്രസ്ഥാനത്തിന് മാറ്റി വെച്ചാൽ അയാളെ കുടുംബവും അയാളെ വീട്ടുകാരെല്ലാവരും, അയാളെ KK രമയുടെ വീട്ടുകാർ, അവരെല്ലാവരും പാർട്ടിക്ക് വേണ്ടി ജീവിച്ചവരാണ്. അവരെല്ലാവരും പാർട്ടി കുടുംബങ്ങളാണ്. അങ്ങനെയുള്ള ഒരാളിനെ ഇത്രയും മൃഗീയമായി കൊന്നതിന് ശേഷം ആ പ്രതികളെ മാത്രമല്ല ഒരു ശ്രദ്ധിക്കണം, നമ്മൾ ഈ കൊന്നതിൽ എല്ലാവരും പാർട്ടിക്കാരല്ലേ കൊലപാതകൾ, ബാക്കി മറ്റേ ഗുണ്ടകളുണ്ട്. പണ്ടാണെങ്കിൽ അണികളെ വിളിച്ച് പറഞ്ഞാൽ മതി, ചെന്ന് കൊന്നിട്ടോടാന്ന് പറഞ്ഞാൽ അപ്പം പോയി കൊല്ലും. ഇപ്പം നേരെ തിരിച്ചാണ്, സഖാവിൻ്റെ മോനെ കൂടെ ഇങ്ങോട്ട് പറഞ്ഞു വിടും, അവനെ കൂടെ പ്രതിയാക്കട്ടെ എന്ന് പറയും. അപ്പം അതുകൊണ്ട് അതില്ല, കരാം മോന് വരാനും പറ്റില്ല. ഈ മറ്റേ പ്രവാസി മലയാളിയുടെ ഏതെങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ വലിയ പദവി ഇരിക്കുന്നവന് അവിടെ നിന്ന് ലീവ് എടുത്ത് വന്ന് കഴിച്ചു ഓട്ടാൻ പറ്റില്ല. അത്ര ബുദ്ധിമുട്ടുമാണ്. കല്യാണം കഴിച്ചിരിക്കുന്നത് വലിയ കുബേരൻ്റെ മോളെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മോനെ ആയിരിക്കും. അപ്പോൾ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഈ മരുമോൻ അല്ലെങ്കിൽ മരുമോളൊക്കെ ഈ ക്രിമിനൽ കുടുംബത്തിൽപ്പെട്ടാണ്. അത് മോശമാണ്. അതൊക്കെ ഇതിനു വേണ്ടി താഴെത്തട്ടിലുള്ള ഈ അണികളുണ്ട്, സ്ഥിരം കക്ഷികൾ. ഇപ്പൊ അങ്ങനെയുള്ളവർ കുറയുന്നു. അതുകൊണ്ടാണ് ഈ വാടകയ്ക്ക് ആളുടെ എടുക്കേണ്ടി വന്നത്. അത് പാർട്ടിക്ക് സംഭവിച്ച അപജയത്തിലേക്ക് സൂചിപ്പിക്കുകയാണ്. പണ്ടൊക്കെ പാർട്ടിക്ക് ഒരു ആവശ്യം വന്നാൽ എല്ലാവരും കൂടെ നിൽക്കുമായിരുന്നു. സന്ദേശ സിനിമ തന്നെ വീണ്ടും കോട്ടയാം. നമുക്കിപ്പോ അടിത്തറ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യരുന്നുണ്ട് പറയില്ലേ, സാറിന്റെ അത് തന്നെയാണ്. ശ്രീനിവാസ എത്ര ക്രാന്തദർശിയാണെന്ന് ആലോചിച്ചൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പോലും അതിനെ ഉദാഹരണമായിട്ട് എടുക്കുക. നമ്മൾ നിരന്തരം നമ്മളും ബാക്കി എല്ലാവരും ചർച്ച നടത്തുന്നവരും ട്രോളുകാരും എല്ലാവരും എടുക്കുന്നത് അന്നേ ശരിക്കും പറഞ്ഞാൽ ഇത് ദീർഘവീക്ഷണത്തോടെ കണ്ടത്. കലാകാരന്മാരും കവികളും ഒക്കെ ഈ പ്രവാചക സ്വഭാവമുള്ളവരായിരിക്കും എന്നുള്ളത് എത്ര സത്യമാണ്. അത് ഭാവി അത് അവർ കണ്ടിരുന്നു. ഇത് CPM കളിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീക്കളിയാണ്. നിങ്ങളുടെ നാശത്തിലേക്കാണ് നിങ്ങളെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ, ഇത്തരത്തിലുള്ള നെറുകെട്ട നീക്കങ്ങളിലൂടെ കേരള ജനതയെ തന്നെ, അല്ലെങ്കിൽ കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇതൊരിക്കലും ഭൂഷണമല്ല. നിങ്ങളുടെ വളർച്ച, നിങ്ങളുടെ തിരുത്തൽ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, തെറ്റിദ്ധാരണ മാറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇതല്ല അതിൻ്റെ ഒരു പോംവഴി, അല്ലെങ്കിൽ ഇതല്ല അതിൻ്റെ രീതി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ഏതായാലും ഈ ദിവസങ്ങളിൽ വേറെ കുറെ അത്രക്ക നടപടികളുണ്ടാവും. രാഷ്ട്രീയക്കാരല്ല, ഉദ്യോഗസ്ഥന്മാരുടെ പേര് ഈ ചോർന്നത്, ഈ കത്തൊക്കെ ചോർന്നുണ്ടോ അന്വേഷണം നടക്കുന്നുള്ള ചില റിപ്പോർട്ട് നമ്മൾ കൊടുത്തു. അത് മതി. അപ്പൊ എങ്ങനെ ചോർന്നു, ആര് ചോർന്നാണ് രഹസ്യമായിട്ട് നീക്കം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് മാധ്യമങ്ങൾക്ക് ആര് ചോർത്തി നൽകി? അതാണ്. ഇത് ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നല്ല പറയുന്നത്. ഇതിന് ഇടങ്കോലിട്ടവനെ, അല്ലെ ഇത് കണ്ടുപിടിച്ചവനെ ഇപ്പൊ തീർക്കും. അതാണല്ലോ പാർട്ടിയുടെ നയം. അതാണല്ലോ പാർട്ടി ഇങ്ങനെ ആയി പോയത്, അല്ലേ ഏട്ടാ? തീർച്ചയായും. ആയിക്കോട്ടെ, വീണ്ടും കാണാം. നമസ്കാരം.